ഹായ്, ഷിജിയാണ് കേട്ടോ. കൊലസിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരമെന്ന് പറയുന്നത് ഇവനാണ്, ആന്തൂറിയം മാഗ്നിഫിക്കം. അപ്പൊ ഇതൊരു എക്സോട്ടിക് പ്ലാന്റ് ആണ്. അതായത് ഒത്തിരി വെറൈറ്റീസിലുള്ള ആന്തൂറിയംസ് ഉണ്ട്. അതായത് അരോയിഡ് ആന്തൂറിയംസ് ഉണ്ട്. അരോയിഡ് ആന്തൂറിയംസ് ഒക്കെ തന്നെ നല്ല റേറ്റുള്ളവയാണ്. ഈ പ്ലാന്റ് പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു സമയം വെച്ച് ഈ പ്ലാന്റ് അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോൾ ആ ഒരു കൊറോണ സമയമൊക്കെ ആയപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നല്ല ഹൈയിലെത്തിയിട്ടുണ്ട്. തൊട്ടാൽ പൊള്ളുന്ന റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനും തൊട്ടാൽ പൊള്ളുന്ന റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിയതാണ് ഈ ആന്തൂറിയം. ഇപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ആയി. ഇതിപ്പോൾ ഏകദേശം പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു എക്സോട്ടിക് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് അധികം ലൈറ്റ് ഇഷ്ടപ്പെടുന്നില്ല. നന്നായിട്ട് ഷെയ്ഡിൽ വളരുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് കൊളംബിയാണ്. അരിയേസിയ എന്നുള്ളൊരു ഫാമിലിയിൽ പെട്ടതാണ് ഈ പ്ലാന്റ്. പിന്നെ അരോയിഡ്സ് പ്ലാന്റുകൾക്കൊക്കെ തന്നെ നമ്മൾ പോട്ട് മിക്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മണ്ണും അതൊന്നും കലർത്തി ഒരുപാട് വളമൊന്നും കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് അല്ല. പൊതുവെ ആന്തൂറിയംസ് നമ്മൾ വളർത്തുന്നത് പൂക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ എക്സോട്ടിക് ആയിട്ടുള്ള ആന്തൂറിയംസ് നമ്മൾ ഒരിക്കലും പൂക്കൾക്ക് വേണ്ടിയല്ല വളർത്തുന്നത്. ഇങ്ങനെയുള്ള ആന്തൂറിയംസ് നമ്മൾ വളർത്തുന്നത് ഈ ഇലകളുടെ ഭംഗി നോക്കിയിട്ടാണ്. ഇതിപ്പോൾ 1.5 വർഷമായി ഒരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കി നിറയെ ലീഫൊക്കെ വന്നിട്ട് വലിയ ആന ചെവിയുടെ അത്രയുള്ള ലീഫൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈകളെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങളുടെ കമന്റ് അത് എന്ത് തന്നെയായാലും അത് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അരിയേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു അരോയിഡ് ആന്തൂറിയമാണ് ആന്തൂറിയം മാഗ്നിഫിക്കം. ആന്തൂറിയം മാഗ്നിഫിക്കവും ആന്തൂറിയം ക്രിസ്റ്റാലിനവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഇത് നമ്മുടെ ആന്തൂറിയം മാഗ്നിഫിക്കമാണ്. വളരെ ഭംഗിയുള്ള ലീഫോട് കൂടിയവയാണ് ഈ ആന്തൂറിയം. ആന്തൂറിയംസിനൊക്കെ നമ്മൾ പൊതുവെ വളർത്തുന്നത് പൂക്കൾക്ക് വേണ്ടിയാണെങ്കിലും ഈ അരോയിഡ് ആന്തൂറിയംസ് ഒന്നും തന്നെ നമ്മൾ പൂക്കൾക്ക് വേണ്ടിയിട്ടല്ല വളർത്തുന്നത്. അതെല്ലാം നമ്മൾ വളർത്തുന്നത് ലീഫിൻ്റെ ഭംഗി നോക്കി തന്നെയാണ്. മെച്ചുറായിട്ടുള്ള ആന്തൂറിയം മാഗ്നിഫിക്കത്തിൻ്റെ ലീഫുകൾക്ക് നീളം 26 ഇഞ്ച് മുതൽ 32 ഇഞ്ച് വരെയും വീതി 20 ഇഞ്ച് മുതൽ 22 ഇഞ്ച് വരെയും ഒക്കെ വരാറുണ്ട്. അതായത് മെച്ചുറായിട്ടുള്ള ഒരു ലീഫാണെങ്കിൽ ഏകദേശം ആ ഒരു സൈസ് വരെ എത്തത്തക്ക രീതിയിലായിരിക്കും ഇതിൻ്റെ വളർച്ച. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലീഫിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ല ഒരു വെൽവെറ്റ് പാറ്റേൺ കൂടി, അതായത് വെൽവെറ്റ് ടെക്സ്ചറോട് കൂടിയതാണ് ഇതിൻ്റെ ലീഫ്. അതിലോട്ട് നന്നായിട്ട് ആ വെയിൻസിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. ഈ വെയിൻസുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഒരു ലീഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലീഫ് ഒത്തിരി കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ലീഫിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് മൂലം ഈ കുറച്ച് ഭാഗമൊക്കെ ഒച്ച് കഴിച്ചതാണ്. മഴയായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒച്ചിൻ്റെ ശല്യം ഒത്തിരി കൂടുതലുമായിട്ടുണ്ട്. ഇതാണ് ഈ പ്ലാന്റിലെ ഇപ്പോഴത്തെ പുതിയതായി വന്ന ലീഫ്. ഇത് നമ്മൾ ഈ ലീഫിൻ്റെ ടെക്സ്ചറും കളറും നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ലീഫിൻ്റെ ബാക്ക് സൈഡാണ്. അതൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്. ഫ്രണ്ട് സൈഡ് നമ്മൾ പറഞ്ഞു ഒരു ഡാർക്ക് വെൽവെറ്റ് ഷെയ്ഡിൽ ഈ വെയിനേഷൻ ഇങ്ങനെ കയറി വരും. പിന്നെ ഇതിൻ്റെ പുതുതായിട്ടുണ്ടാകുന്ന പുതിയ ന്യൂ ബേബി ലീവ്സ് എന്ന് പറയുന്നത് ഒരു ബർഗണ്ടി കളറിലായിരിക്കും. അതായത് ഒരു ബ്രൗൺ കളറും റെഡ് കളറും കൂടെ കലർന്നിട്ടുള്ളൊരു കളറിലായിരിക്കും പുതുതായി വരുന്ന ലീഫുകൾ. ലീഫ് വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൈസും കളറും മാറി മാറി മെച്ചുറാകുമ്പോൾ ഈ കളറിലെത്തുകയും ചെയ്യും. ഓരോ ലീഫും അത്രയും വലിയ സൈസിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുമുണ്ട്. ഇതിങ്ങനെ താന്നു പോകാൻ സാധ്യതയുമുണ്ട്. ഒന്നുകിൽ നമുക്കിതിനെ സപ്പോർട്ട് കൊടുത്ത് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളിടത്ത് പ്ലേസ് ചെയ്യാം. എങ്കിൽ മാത്രമേ നല്ല ഭംഗിയിൽ ഇത് കാണുകയുള്ളൂ. ആന്തൂറിയം മാഗ്നിഫിക്കത്തിൻ്റെ പെറ്റ്യൂൾസുകൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വിങ്സോട് കൂടിയവയും നമ്മുടെ ക്രിസ്റ്റാലിനത്തിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള പെറ്റ്യൂൾസുകളുമാണ്. ഇതുപോലെ റൂട്ട്സ് ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ആന്തൂര്യത്തിൽ പൂക്കളും ഉണ്ടാകാറുണ്ട്. ഇതുപോലത്തെ പൂക്കളാണ്, പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ലാത്ത പൂക്കളാണ് ഇവയ്ക്കുള്ളത്.
ശരിക്കും പൂക്കൾ എന്ന് പറയുന്നത് ഈ താഴത്തുള്ള പച്ച ഷേപ്പിൽ കാണപ്പെടുന്നതാണ്. ഈ മുകളിലോട്ട് നിൽക്കുന്ന ഇതിനെ സ്പാഡിക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്പാഡിക്സ് വഴി നമുക്ക് പുതുതായിട്ട് വിത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ പുതിയ തൈകളും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതായത് ഈ സ്പാഡിക്സിൽ 2 സ്റ്റേജുകൾ ഉണ്ടാകാറുണ്ട്. ഒരു ഫീമെയിൽ സ്റ്റേജും മെയിൽ സ്റ്റേജും. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് സീഡുകൾ ഉണ്ടാക്കിയെടുക്കുകയും അവ നട്ട് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇതൊരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇഷ്ടം. നമ്മളിതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ ലീഫുകളിലൊക്കെ കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ളൊരു സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട്. അതിനെ തൊടുന്നത് കൊണ്ടോ നമ്മുടെ വീടിനുള്ളിലോ മറ്റോ വെൽക്കുന്നത് കൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇത് ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അതിൻ്റെതായ പോയിസണസ് ആയിട്ടുള്ള പ്രശ്നവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പെറ്റ്സുകളും കുട്ടികളും ഒന്നും ഇത് പറിച്ച് കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിപ്പോൾ പൊതുവെ അരിയേസിയ ഫാമിലിയിൽപ്പെട്ട ഒട്ടുമിക്ക പ്ലാന്റ്സുകളും ഒരല്പം പോയിസണസ് തന്നെയാണ്. ഒരുപാട് അളവിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നന്നായി ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഈ ചെടിയെ ഈർപ്പം നിലനിർത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. ഈ ചെടിയെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം. എന്നാൽ ഓവർ വാട്ടറിങ്ങും പാടില്ല. ഓവറായിട്ട് ഇതിൻ്റെ ചുവട്ടിലായി വെള്ളമൊക്കെ കെട്ടി നിന്നാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് അഴുകി ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകതരം പോട്ടി മിക്സാണ് ഇതുപോലുള്ള അരോയിഡ് ആന്തൂറിയം പ്ലാന്റ്സുകൾക്ക് ഒക്കെ നൽകുന്നത്. അത് എന്താണെന്ന് വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ക്ലിയറായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ഫോളിയേജ് ആന്തൂറിയംസ് വളർത്താൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരാൻ വളരെ താമസമെടുക്കും. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇതുപോലുള്ള ആന്തൂറിയങ്ങൾക്ക് ഇത്രയും റേറ്റ് ഉള്ളത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സുകളുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഫോളിയേജ് പ്ലാന്റ്സുകൾ വളർത്താൻ പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ എങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുക്കുക. അതിന് ഞാനിവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് കാണുന്ന റൂട്ട്സുകളെയൊക്കെ തൊട്ട് അടിഭാഗത്ത് നിന്ന് ഒന്ന് മുകളിലേക്ക് ഇളക്കിയെടുക്കുക. അല്ലെങ്കിൽ ആ റൂട്ട്സൊക്കെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതിനെ യാതൊരു കേടും കൂടാതെ മുകൾ ഭാഗം വേരോടുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഡയറക്റ്റ് വേറൊരു പോട്ടി മിക്സിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ല ഹെൽത്തി ആയിട്ട് അവിടെ ഇരുന്ന് വളർന്നു വന്നോളും. ഇങ്ങനെ കട്ട് ചെയ്യാതെ നമുക്ക് കൂടുതൽ പോട്ടി മിക്സ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ അത് വീണ്ടും വീണ്ടും ഉയരത്തിലോട്ട് വളർന്നു വരും. അങ്ങനെ ഒത്തിരി നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കട്ടിങ് സിസ്റ്റം അതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വേറെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ കുറച്ച് സാഫ് കലക്കി അതിവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ പോട്ടിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഉണങ്ങിയ മാവിൻ കരിയില ഇട്ടിട്ടുണ്ട്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇഷ്ടികയുടെ കട്ടയോ ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പോട്ടി മിക്സിനായിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് കൊക്കോപ്പിറ്റും വളരെ കുറച്ച് അളവിൽ എല്ലുപൊടിയും പിന്നെ കരി, കൊക്കോ ചിപ്സ്, മണൽ, നമ്മുടെ ഗാർഡൻ സോയിൽ, പിന്നെ നന്നായിട്ട് ഉണങ്ങിയ ചാണകവും കൂടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുറച്ച് പേർലൈറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പേർലൈറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള പോട്ടി മിക്സ് ഡ്രൈ ആകാതിരിക്കാനും വേരുകൾ പെട്ടെന്ന് വേര് പിടിക്കാനും ഒക്കെ നല്ലതാണ് ഈ പേർലൈറ്റ് ഇല്ല എങ്കിൽ അത് ഒഴിവാക്കാം. പൊതുവേ ഇതുപോലുള്ള അരോയിഡ് പ്ലാന്റുകൾക്ക് ഈ പേർലൈറ്റ് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു പോട്ടിലോട്ട് ഇതിങ്ങനെ കുറേശ്ശെയായിട്ട് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ആ വേരോടുകൂടി നമ്മൾ ഇതിനെ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കി വരുന്ന പോട്ടി മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പോട്ടി മിക്സ് തന്നെ മതി ഈ പ്ലാന്റിന് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാം. പിന്നെ നമുക്ക് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ NPK മുതലായ ഫെർട്ടിലൈസർ നൽകി കൊടുക്കാം. ഇത് നടുമ്പോൾ ഈ ടോപ്പ് ഭാഗത്ത് മണ്ണ് വീണ് മൂടാൻ പാടില്ല. കാരണം അവിടെ നിന്നാണ് പുതിയ ലീഫും ഫ്ലവറും ഒക്കെ ഉണ്ടായി വരുന്നത്. ഒരു ലീഫ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ ഉണ്ടാകും. അത് കഴിഞ്ഞ് അടുത്തൊരു ലീഫ്. അങ്ങനെ ഒരു കണക്ക് വെച്ചാണ് ഇതിൽ ലീഫും ഫ്ലവറും ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇതിനെ നമ്മൾ റീപോർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ അടിയിലുള്ള സ്റ്റെമ്മിനെ കൂടി നമുക്ക് റീപോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ഒന്ന് കമത്തിയിടാം. ബാക്കി വന്ന പാർട്ടാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കമത്തി ഇട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ സ്റ്റെമ്മിനെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് അതിനെ കൂടി ഒന്ന് കട്ട് ചെയ്ത് ഈ ചുറ്റിനുള്ള കുഞ്ഞു നാരുകൾ പോലെ കാണപ്പെടുന്ന റൂട്ട്സുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അതിനെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ സെൻറ്ററിലുള്ള ഈ കട്ടിയുള്ള സ്റ്റെമ്മാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ റൂട്ട് പാറ്റേൺ അനുസരിച്ച് നമുക്കതിന് എത്ര ആണോ അതിൽ അവൈലബിൾ ആയി കിട്ടുന്ന അത്ര സൈസിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 3 സ്റ്റെം കട്ടിങ്സ് ആണ് ഇവിടെ എടുക്കുന്നത്. 3ലും റൂട്ട്സോട് കൂടി 3 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഈ കട്ട് ചെയ്തെടുക്കുന്ന പാർട്ടിനെ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ്
നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഞാനിവിടെ സാഫാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പോട്ടി മിക്സിലോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ സാധാ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് ലീഫോട് കൂടിയ സ്റ്റെം കട്ടിങ് വെക്കുന്ന പോട്ടി മിക്സ് അല്ല, ഇതുപോലുള്ള നമ്മുടെ ഈ സ്റ്റെം കട്ട് ചെയ്ത് വെക്കുന്ന പോട്ടി മിക്സ്. അതിനൊരു പ്രത്യേകം പോട്ടി മിക്സ് വേണം നമ്മൾ എടുക്കാൻ. അതിൽ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. ഞാനിവിടെ മണലും കൊക്കോപ്പിറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ വളങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഫംഗിസൈഡിൽ മുക്കി വെച്ചിരിക്കുന്ന ഈ സ്റ്റെം കട്ടിങ്ങുകൾ വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ കട്ട് ചെയ്യാൻ പേടിയാണെങ്കിൽ ഇത്രയും മാത്രം കട്ട് ചെയ്യേണ്ട. മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ആ പാർട്ട് നമുക്ക് നട്ടതിന് ശേഷം ബാക്കി വന്ന പാർട്ട് അതുപോലെ അനക്കാതെ അവിടെ വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് പുതിയ മുള വന്നിട്ട് പുതിയ ഒരു സ്റ്റെമ്മും ഒക്കെ വന്ന് അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നോളും. അതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്. അപ്പോൾ ഇത് ഇങ്ങനെ ധൈര്യമുള്ളവർ മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഈ ഒരു പോട്ടി മിക്സിലോട്ട് നട്ട് കൊടുക്കാം. ഇത് ഒരുപാട് താഴ്ത്തി മണ്ണിൻ്റെ അങ്ങ് അട്ടിയിലായിട്ട് നട്ട് കൊടുക്കേണ്ട, കുറച്ച് ടോപ്പിലായിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇത് അത്യാവശ്യം നല്ല ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. 2-2.5 മാസം എടുക്കും ഇതിൽ നിന്ന് പുതിയ ഒരു മുളയൊക്കെ വരാൻ. നല്ല ക്ഷമ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പണി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പുതിയ മുകളമൊക്കെ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് ലൈറ്റായിട്ട് ഇതുപോലെ തൂക്കി കൊടുക്കാം. ഓവറായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ആ ടോപ്പ് ഭാഗം മൂടാത്ത രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതിനെ ഷെയ്ഡിൽ വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായി നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സ് ഒക്കെ വളർന്നു വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഫോളിയേജ് ആന്തൂറിയമായിട്ടുള്ള ആന്തൂറിയം മാഗ്നിഫിക്കത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.